നിങ്ങളിൽ പ്രത്യക്ഷമായ മുഖവും മുൻകൈയും ഒഴികെയുള്ള സൗന്ദര്യമൊന്നും ആരുടെ മുന്നിലും നിങ്ങൾ തുറന്നു വെക്കരുത്. നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ മാർവിടം, നിങ്ങളുടെ അരക്കെട്ടുകൾ, നിങ്ങളുടെ ഇത്തരത്തിലുള്ള സൗന്ദര്യം ഒന്നും പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ നിങ്ങൾ വസ്ത്രമണിയരുത്. നിങ്ങളുടെ മുഖമക്കനുകൾ നിങ്ങളുടെ മാർവിടങ്ങൾക്ക് താഴെ താഴ്ത്തിയിടണം. എന്നിട്ട് ആർക്കൊക്കെ മുന്നിലാണ് ഇത് കണ്ടാലും കുഴപ്പമില്ലാത്തതെന്ന് തുടർന്ന് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. എന്റെ മക്കൾ പോയിട്ട് സൂറത്ത് നൂറിന്റെ 31-ാമത്തെ ആയത്തും അതിന്റെ അർത്ഥവും അതിന്റെ വിശദീകരണം ഒന്ന് വായിക്കണം കേട്ടോ. അതാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള വേഷവിധാനം. അല്ലാതെ റസൂൽ പറഞ്ഞു ഇപ്രകാരം വേഷം ധരിക്കാതെ പുരുഷന്മാർ കാണുമ്പോൾ ആകർഷണം തോന്നുന്ന രൂപത്തില് മുടി ഇങ്ങനെ കുടുംബ പോലെ കെട്ടിവെച്ചിട്ട്, അല്ലെ, ഒട്ടകത്തിന്റെ പൂജ പോലെ എന്നാ അള്ളാന്റെ റസൂൽ പറഞ്ഞത്. ഇന്നിങ്ങനെ ചില മുഖമക്കനകൾ അണിഞ്ഞ പെൺകുട്ടികളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഉള്ളിൽ വല്ല ചട്ടിയും വെച്ചിട്ടുണ്ടോ, വല്ല കലവും കമഴ്ത്തി വെച്ചിട്ടുണ്ടോ എന്ന്. അപ്രകാരം മുടി കെട്ടിവെച്ച പെൺമക്കള് ചാഞ്ഞും ചരിഞ്ഞും മൈഹീലുള്ള ചെരുപ്പൊക്കെട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ, അല്ലെ? അത്തരം കുട്ടികള്, അത്തരം സ്ത്രീകള് അവരുണ്ടല്ലോ, അവര് അള്ളാന്റെ റസൂൽ പറഞ്ഞേ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കില്ല.